നമസ്കാരം. മൂവാറ്റുപുഴ നഗരസഭ തെരഞ്ഞെടുപ്പ് അവലോകന പരിപാടിയിലേക്ക് സ്വാഗതം. ഓരോ വാർഡിലെയും സ്ഥാനാർത്ഥികളോട് 3 ചോദ്യങ്ങളാണ് മൂവാറ്റുപുഴ ന്യൂസ് ചോദിക്കുന്നത്. ഈ നഗരത്തെയും മത്സരിക്കുന്ന വാർഡിനെയും എത്രമാത്രം അടുത്തറിഞ്ഞിട്ടുണ്ടെന്നറിയാൻ ഇത് സഹായിച്ചേക്കും. വോട്ടർമാരുടെ പ്രതീക്ഷയ്ക്കൊപ്പം അവർ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നു. മൂവാറ്റുപുഴ നഗരസഭയിലെ 1-ാം വാർഡായ വാഴപ്പിള്ളി സെൻട്രലിലാണ് ഇന്ന് മൂവാറ്റുപുഴ ന്യൂസ് എത്തിയിട്ടുള്ളത്. പായിപ്പട പഞ്ചായത്തുമായി അതിർത്തി പങ്കിടുന്നതും മൂവാറ്റുപുഴയിലെ ഫിഷ് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നതുമായ വാർഡാണിത്. കഴിഞ്ഞ തവണ SC വനിതയ്ക്കായി സംവരണം ചെയ്ത വാർഡായിരുന്നു വാഴപ്പിള്ളി സെൻട്രൽ. ഇക്കുറി ജനറൽ വാർഡായി മാറി. കഴിഞ്ഞ തവണ CPM-ലെ മീര കൃഷ്ണൻ വിജയിച്ച വാർഡാണിത്. താജ്മഹൽ റോഡ് MC റോഡിൽ ചേരുന്ന ഭാഗം മുതൽ പാലക്കോട് തോട് നെൽസൺ മണ്ടേല റോഡ് വഴി മണ്ടോത്തുംപടി കലുങ്ക് വരെയും മണ്ടോത്തുംപടി ജംഗ്ഷനിലെ പായിപ്പട പഞ്ചായത്ത് അതിർത്തി മുതൽ തുടങ്ങുന്ന നെൽസൺ മണ്ടേല റോഡ് വരെയും പുളിഞ്ചോട് ജംഗ്ഷൻ മുതൽ മണ്ടോത്തുംപടി ജംഗ്ഷൻ വരെയും താജ്മഹൽ റോഡ് MC റോഡിൽ ചേരുന്നതുവരെയുമായി പരന്നു കിടക്കുകയാണ് ഈ വാഴപ്പിള്ളി സെൻട്രൽ വാർഡ്. ഒരു ഭാഗം MC റോഡും അകത്തേക്ക് ശാന്തമായ താമസ സൗകര്യങ്ങളും ഉള്ളതുമായ പ്രദേശമായ വാഴപ്പിള്ളി സെൻട്രൽ വാർഡിൽ ഏകദേശം 715 വോട്ടർമാരാണുള്ളത്. സ്ത്രീ പുരുഷ വോട്ടർമാരുടെ എണ്ണം ഏകദേശം തുല്യമാണ്, 350ഓളം. മൂവാറ്റുപുഴ മുനിസിപ്പൽ വൈസ് ചെയർമാനായും കൗൺസിലറായും 1-ലേറെ പ്രാവശ്യം പ്രവർത്തിച്ച് അനുഭവ പരിചയമുള്ള CPI-ലെ PK ബാബുരാജും കോൺഗ്രസിലെ പുതുമുഖവും തമ്മിൽ നേരിട്ടുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നതെന്ന പ്രത്യേകതയും ഇക്കുറി ഈ വാർഡിനുണ്ട്. 1-ാം വാർഡിലെ സ്ഥാനാർത്ഥികൾ മൂവാറ്റുപുഴ ന്യൂസിന്റെ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു. വോട്ടർമാരറിയാൻ പവേഡ് ബൈ തോട്ടത്തിൽ ഫാഷൻ ജുവലറി. ഈ വാർഡിലുള്ള ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡാണ് അവർക്ക് ഏറ്റവും കൂടുതലായി ആവശ്യം വരുന്നത്. ഇവിടെ ഞങ്ങൾ എല്ലാ വീട്ടിൽ കയറുമ്പോഴും അവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരാതി എന്ന് പറയുന്നത് ഈ റോഡിനെ കുറിച്ച് തന്നെയാണ്. ഞാൻ ജയിച്ച് ഇവിടെ ഭരണത്തിൽ കയറുകയാണ് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള വഴികൾ കണ്ടുപിടിച്ച് ഈ 1-ാം വാർഡിലെ എല്ലാ റോഡും നമ്മൾ സഞ്ചാരയോഗ്യമാക്കി ജനങ്ങൾക്ക് വളരെ സുഖകരമായ ഒരു യാത്രാ പ്രാധാന്യം ചെയ്യും. വാർഡിലെ റോഡ്, വെളിച്ചം, വെള്ളം, ഇത് 3-മാണ് ഏറ്റവും അടിയന്തര ശ്രദ്ധ പതിപ്പിക്കേണ്ട കാര്യങ്ങൾ. അത് ഗൗരവതരമായി ഇടപെടുകയും അത് പൂർത്തിയാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഇവിടെ നമുക്കങ്ങനെ പ്രധാനപ്പെട്ടത് എന്ന് പറയാൻ ആകെ ജനങ്ങളുടെ ഏക ആവശ്യം എന്ന് പറയുന്നത് സഞ്ചാരയോഗ്യമായ റോഡ്, അതേപോലെ എല്ലാ പോസ്റ്റുകളിലും വഴിവിളക്കുകൾ, പിന്നെ വേനൽക്കാലങ്ങളിൽ വരുമ്പോൾ ചില വീടുകളുടെ കിണറിൽ വെള്ളം പറ്റുന്നുണ്ട്, അപ്പോൾ വാട്ടർ സപ്ലൈയുടെ വെള്ളം, അങ്ങനെ ആകെ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് പരാതിയായി വന്നിരിക്കുന്നത്. ഇതിന് 3-നുമുള്ള ഉത്തരം ഞാൻ ജനങ്ങൾക്ക് ഉറപ്പായി കൊടുക്കുന്നതായിരിക്കും. ഒന്ന്, നമ്മുടെ കനാൽ ബണ്ട് റോഡ്, അതിൻ്റെ സംരക്ഷണ ഭിത്തി തകർന്നു കിടക്കുകയാണ്. അതിൻ്റെ സംരക്ഷണ ഭിത്തി കെട്ടി അത് നല്ല സൗകര്യമുള്ള അല്ലെങ്കിൽ സുരക്ഷിതത്വമായി യാത്ര ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് ആക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്ന്, നമ്മുടെ ഈ വാർഡിനകത്ത് ഒറ്റപ്പെട്ട് താമസിക്കുന്ന വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ നിരവധിയുണ്ട്. അവരെ സംരക്ഷിക്കുന്നതിനാവശ്യമായ ഒരു പദ്ധതി, ഒരു നടപടി, അവരെ ഒന്ന് അന്വേഷിക്കാൻ, ഒരു കരുതലായി നിൽക്കാൻ കഴിയുന്ന ഒരു നടപടി സ്വീകരിക്കും. മറ്റൊന്ന്, നമ്മുടെ ഒരു പ്രദേശത്ത് കുടിവെള്ളം എത്താൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മുടെ വെള്ളൂർക്കുന്നത്തെ കുടിവെള്ള പദ്ധതിയിൽ പൂർണ്ണമായി വെള്ളം നിറയ്ക്കാത്തതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ഉണ്ടാകും. UDF ആണ് കഴിഞ്ഞ കാലം അധികാരത്തിലുണ്ടായിരുന്ന മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുടെ. ഈ തവണയും UDF-ന് തന്നെയാണ് പ്രാമുഖ്യം കൂടുതൽ. അത് മുന്നോട്ട് ആ നിലയിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ തവണ UDF കേരളത്തിൽ അധികാരത്തിൽ വരികയാണ് എങ്കിൽ ഇത് മൂവാറ്റുപുഴ ഒരു ജില്ലയായി മാറാനുള്ള എല്ലാ ഇതും UDF മുന്നണി അതിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ എറണാകുളം പോലെ ഒരു നല്ലൊരു സിറ്റിയായി നമുക്ക് മൂവാറ്റുപുഴയെ മാറ്റാൻ സാധിക്കും. മൂവാറ്റുപുഴ നഗരം ഏറ്റവും വൃത്തിയുള്ള നഗരമാക്കണം. അതൊരു സങ്കല്പമാണ്. കഴിഞ്ഞ 2005 മുതൽ 10 വരെ ഞാൻ വൈസ് ചെയർമാനായിരുന്നു. 15 മുതൽ 20 വരെ വൈസ് ചെയർമാനായിരുന്നു. ഈ കാലയളവിൽ നമ്മളെ ഈ നഗരത്തിൻ്റെ ഒരു വൃത്തിയുള്ള നഗരമാക്കി മാറ്റുന്നതിനുള്ളൊരു പരിശ്രമം തുടങ്ങി വെച്ചിരുന്നു. എന്നാൽ അത് പൂർത്തിയായിട്ടില്ല. അത് പൂർത്തിയാക്കാൻ കഴിയണമെങ്കിൽ ജനങ്ങളുടെ കൂടി സഹകരണം ആവശ്യമാണ്. ആ തരത്തിലുള്ള ഒരു വലിയ പങ്കാളിത്തത്തോടു കൂടി നമ്മളെ നഗരത്തെ
ഒരു നല്ല നഗരമാക്കി മാറ്റാൻ, വൃത്തിയുള്ള നഗരമാക്കി മാറ്റാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സഞ്ചാരയോഗ്യമായ റോഡും വഴിവിളക്കുകളും വെള്ളവുമാണ് ഈ വാർഡിലെ പ്രധാന ആവശ്യങ്ങളായി 2 സ്ഥാനാർത്ഥികളും മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിന് പരിഹാരം കാണാൻ കെ മുനീർ ശ്രമിക്കുമെന്ന് പറയുമ്പോൾ കനാൽ ബണ്ട് റോഡിന്റെ സംരക്ഷണ ഭിത്തി സുരക്ഷിതമാക്കുന്നതിനും പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണെന്ന് പി.കെ. ബാബുരാജ് തിരിച്ചറിയുന്നു. കൂടാതെ വൃദ്ധജനങ്ങളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സ്ഥിരം സംവിധാനം ഒരുക്കുന്നതിനും കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനും പദ്ധതികൾ ഉണ്ടാവുമെന്ന് ബാബുരാജ് പറയുന്നു. 25 വർഷങ്ങൾക്ക് ശേഷം മൂവാറ്റുപുഴ ജില്ലയായി കാണാൻ മുനീർ ആഗ്രഹിക്കുമ്പോൾ വൃത്തിയുള്ള നഗരമാണ് ബാബുരാജിന്റെ സ്വപ്നം. 1-ാം വാർഡിൽ സ്ഥാനാർത്ഥികളായി നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ച കെ സുബൈർ, നജീബ്, നാലിയത്ത് സലീം എന്നിവരെ മൂവാറ്റുപുഴ ന്യൂസ് ബന്ധപ്പെട്ടെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇതാണ് 1-ാം വാർഡിന്റെ ചിത്രം. മറ്റൊരു വാർഡിലെ സ്ഥാനാർത്ഥികളോടൊപ്പം വീണ്ടും കാണാം. നന്ദി. വോട്ടർമാരറിയാൻ പവേഡ് ബൈ തോട്ടത്തിൽ ഫാഷൻ ജുവലറി.